നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച വലിയ രണ്ട് മാറ്റങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരികയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സർക്കാർ ജീവനക്കാരെ സന്തോഷിപ്പിക്കാൻ ലക്ഷ്യമിട്ട് രണ്ട് നിർണായക തീരുമാനങ്ങൾ സർക്കാർ പരിഗണനയിൽ ഉണ്ടെന്നാണ് സൂചന. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യത്തെ വലിയ തീരുമാനം എന്തെന്നാൽ, ഇപ്പോൾ സർക്കാർ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം 56 വയസ്സാണ്. എന്നാൽ ഇത് 60 വയസ്സാക്കി ഉയർത്താനുള്ള ആലോചന സർക്കാരിന് മുന്നിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. രണ്ടാമത്തെ തീരുമാനം, ഇപ്പോൾ സർക്കാർ ഓഫീസുകളിൽ ആഴ്ചയിൽ 6 ദിവസം ജോലി നടക്കുകയാണ്. എന്നാൽ ഇത് 5 ദിവസമാക്കി കുറയ്ക്കാനുള്ള നിർദ്ദേശം കൂടി സർക്കാർ പരിശോധിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ ഇത് ഉടൻ പ്രഖ്യാപിക്കാവുന്ന സാധാരണ ഒരു തീരുമാനം അല്ല. കാരണം ഇത് നയപരമായ വിഷയമായതിനാൽ LDF തലത്തിലും CPM പാർട്ടി തലത്തിലും വിശദമായ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. കേരളത്തിൽ ഏകദേശം 5.5 ലക്ഷം സർക്കാർ ജീവനക്കാർ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. അതിനാൽ ഏകദേശം 2.5 ലക്ഷം പേർ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയുടെ കീഴിലാണ്. ഈ വിഭാഗത്തിലുള്ള ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം ഇതിനകം 60 വയസ്സാണ്. അതേസമയം ബാക്കിയുള്ള ഏകദേശം 3 ലക്ഷം ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം ഇപ്പോഴും 56 വയസ്സാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് ഇത് പെൻഷൻ പ്രായം കൂട്ടുന്ന നടപടി അല്ല, മറിച്ച് രണ്ട് സംവിധാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഒഴിവാക്കി ഏകീകരിക്കുന്ന ശ്രമമാണെന്നാണ് പറയുന്നത്. എന്നാൽ ഈ തീരുമാനം മറ്റൊരു വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. പെൻഷൻ പ്രായം 60 ആക്കിയാൽ ഈ വർഷവും അടുത്ത 3 വർഷവും നിരവധി ജീവനക്കാർ വിരമിക്കാതെ തന്നെ തുടരുന്നതായിരിക്കും. ഇത് സർക്കാർ ഖജനാവിന് ചില സാമ്പത്തിക ആശ്വാസം നൽകുമെങ്കിലും PSC റാങ്ക് ലിസ്റ്റിൽ ജോലി പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് ഇത് വലിയ തിരിച്ചടിയാകും. ഇപ്പോഴത്തെ രണ്ടാമത്തെ വിഷയമായ ആഴ്ചയിൽ 5 ദിവസം പ്രവൃത്തി ദിവസങ്ങൾ എന്ന കാര്യത്തിലേക്ക് കടക്കാം. പ്രവൃത്തി ദിവസങ്ങൾ കുറച്ചാൽ സർക്കാർ ജീവനക്കാർക്ക് കൂടുതൽ വിശ്രമം ലഭിക്കുമെന്നതാണ് സത്യം. എന്നാൽ സർക്കാർ സേവനങ്ങൾ തടസ്സപ്പെടുമോ എന്ന ആശങ്കയും സർക്കാരിനുണ്ട്. കാരണം സർട്ടിഫിക്കറ്റ് വിതരണം അടക്കമുള്ള പല സേവനങ്ങളും ഇപ്പോഴും ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള ഇടപെടൽ ആവശ്യമാണ്. അതേസമയം ഈ വിഷയത്തിൽ സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത് എന്നതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ ഈ രണ്ട് തീരുമാനങ്ങൾ നടപ്പാക്കിയാൽ കേരളത്തിലെ സർക്കാർ സേവന സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അടുത്ത ദിവസങ്ങളിൽ സർക്കാർ ഇതിനെക്കുറിച്ച് എന്ത് തീരുമാനമെടുക്കുമെന്നത് ശ്രദ്ധേയമായ കാര്യമായിരിക്കും. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പെൻഷൻ പ്രായം 60 ആക്കണമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ആഴ്ചയിൽ 5 ദിവസം ജോലി മതിയോ? കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.